എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനൽ, അതായത് മായസ് ടാരോട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്നൊരു വർഷക്കാലത്തെ ഫലമാണ്. അതായത് 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം പൂയം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Cups, King of Pentacles, Hierophant, Nine of Pentacles, Eight of Pentacles, Six of Swords energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 3 of Cups എനർജിയാണ്. വളരെ ഭാഗ്യമുള്ളൊരു വർഷം എന്ന് പറയാം. വളരെ തൃപ്തികരമായിട്ടുള്ള സംതൃപ്തിയും നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ലക്കി ഇയർ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം എന്നൊക്കെ പറയാം. സൗഭാഗ്യങ്ങളുടെയും നമ്മൾ സൗഭാഗ്യങ്ങളുടെ നടുവിലാണ് എന്ന് പറയുന്ന പോലെ സൗഭാഗ്യങ്ങളുടെയും ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ ഇടയിലായിരിക്കും നിങ്ങൾ. അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. പൊതുവേ ബന്ധങ്ങളിൽ ഒത്തിരി സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. ബന്ധങ്ങളിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാമിലി ആയിട്ട് അച്ഛനമ്മ സഹോദരങ്ങൾ മക്കൾ അതേപോലെ കുടുംബത്തിൽ അങ്ങനെയുള്ള അതേപോലെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ചില റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പലരെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു പല ബന്ധങ്ങളിലും നിന്നും ഒത്തിരി ആഗ്രഹിച്ചത് കിട്ടുന്ന അപ്പോൾ പല ബന്ധങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള പെരുമാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് അറിയാം. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷത്തിൽ പലതും സംഭവിക്കാം. ഒന്ന് ആഘോഷത്തിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നു. അപ്പോൾ വിവാഹമായിരിക്കാം ചില ആളുകളെ സംബന്ധിച്ച് വിവാഹ നിശ്ചയം, നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ഒരു വിവാഹത്തിൽ നിങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ വിവാഹമായിരിക്കാം നിങ്ങളുടെയും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രിയപ്പെട്ട ചില വ്യക്തികളുടെയും ഒക്കെ വിവാഹം ഈ ഒരു വർഷം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാവാം. ആഘോഷത്തിൻ്റെ ഒരു വർഷം എന്ന് പറയുമ്പോൾ എക്സാം റിസൾട്ട് വരുന്നത്, ആഗ്രഹിച്ച റിസൾട്ട് കിട്ടുന്ന അതിൻ്റെ ആഘോഷം, അതേപോലെ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ പ്രമോഷൻ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആഘോഷവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷം തന്നെ എന്ന് പറയാവുന്ന ഒരു വർഷമാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചില പ്രത്യേക ജോലിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം തരുന്ന ഒരു വർഷമാണെന്ന് പറയാം. അപ്പോൾ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ഒരു ജോലിയിൽ, അപ്പോൾ നിങ്ങളൊരു ബാങ്കർ ആയിരിക്കും. അപ്പോൾ ബാങ്കിൽ എന്ത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരും സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ദൈനംദിന നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫിനാൻസുമായിട്ട് ബന്ധമുള്ളത്, ഇപ്പോൾ CA ആയിരിക്കാം, അക്കൗണ്ടൻസി ചെയ്യുന്നവരും ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഷെയർ ട്രേഡിംഗ്, മ്യൂച്വൽ ഫണ്ട് അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് എന്നും പണമിടപാടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പൊതുവേ നിങ്ങൾ പണം ആകർഷിക്കുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ പണം നിങ്ങളിലേക്ക് വളരെയധികം ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചതായിട്ട് പോകുന്നു എന്നുള്ളത്, ആഗ്രഹിച്ചത് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു, അതിനേക്കാൾ മികച്ചതായിട്ട് പോകുന്നു. ഇതൊക്കെ പല ടാർഗറ്റ് ക്ലോസ് ചെയ്യേണ്ട സമയത്തിന് മുമ്പ് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ആ ഒരു പ്രത്യേക സെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി ഒരു വേൾഡ്ലി പവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വലിയ പൊസിഷനിലേക്ക്, ഇപ്പോൾ മാനേജറിയൽ പൊസിഷൻ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു CEO അല്ലെങ്കിൽ ആ ഒരു വളരെ ഹയർ നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ വെച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഹൈറോഫൻ്റ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി നേട്ടം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാമ്പത്തികം ആ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമല്ല ഈ ഒരു വർഷം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു എനർജി, ഹെറഫൻ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് പേർപ്പസ്, അത് നമ്മൾ ജോലി എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാഷനൊക്കെ ആവാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ഇന്നർ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുക, ഉയർന്ന പൊസിഷനിലിരിക്കുക, ഇതൊക്കെയാണ് ഒരു സക്സസ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അതും സക്സസ് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിച്ച ഒരു എന്താ പറയുക, ഒരു കണ്ടെയ്ൻമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കിട്ടണം എന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രണ്ട് ലോകങ്ങൾ, അതായത് ഔട്ടർ വേൾഡ്, ഇന്നർ വേൾഡ്. നമ്മൾ ഔട്ടർ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ വേൾഡ്, ഇപ്പോൾ ജോലി, വിദ്യാഭ്യാസം, ഫിനാൻസ്, ഇതൊക്കെയാണ് പലരും നോക്കുന്നത്, സക്സസ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ നിങ്ങളുടെ ഇന്നർ വേൾഡ്, അതായത് നിങ്ങളുടെ സ്പിരിച്വൽ വേൾഡിലും പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലും നിങ്ങൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ലോണ് കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് മുന്നേറാനായിട്ട് പറ്റുന്നുണ്ട്. പലരും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ജോലി നിർത്തി ബിസിനസ്സിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതുവരെ നിങ്ങളത് ആലോചിക്കുന്ന, എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു കാണും, പക്ഷെ അതിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങാനുള്ളൊരു വിശ്വാസം പോരായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങളത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം, കോൺഫിഡൻസ് ആയി നിങ്ങൾക്ക് ഇതിൽ മുന്നോട്ടേക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിക്കുന്ന ചില ആളുകൾ സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പതുക്കെ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ചില ആളുകളുടെ ഒരു യോഗം എന്ന് പറയുന്നത് ഉയർച്ചയിലേക്കുള്ള യോഗം ചിലപ്പോൾ ജോലി ആയിരിക്കില്ല, അവർക്ക് ബിസിനസ് ആയിരിക്കും. പക്ഷേ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ചില ആളുകൾ അവർ ബിസിനസ്സൊക്കെ നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ അതിലുള്ള കഴിവ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അതിനും ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് ഉയർച്ച കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇപ്പോൾ ജോലിയിലുള്ളവരാണെങ്കിലും ജോലിയിൽ വീണ്ടും ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ഹയർ പൊസിഷനിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് കാര്യങ്ങൾ വേണം. എന്നിരുന്നാൽ നിങ്ങൾ ആ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്ത് ലഭിക്കുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഓൾഡ് സ്കിൽസൊക്കെ നിങ്ങൾ പൊടി തട്ടിയെടുക്കുന്നു, അതേപോലെ പുതിയ സ്കിൽസ് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സുകളോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ പലതും ഫൈനലൈസ് ചെയ്യാണ്. നിങ്ങളുടെ ഈ പഠിച്ചിട്ടുള്ള കഴിവ്, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ സ്കിൽസ് ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തി ഒരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയം എന്ന് പറയാം. കാരണം ഇതുവരെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഒത്തിരി തൃപ്തിയും സന്തോഷവും തരുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ. കാരണം ഇതുവരെ നിങ്ങൾക്ക് സ്വയം ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് 6 ഓഫ് സോർട്സ് എനർജി നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന വിദേശയാത്രയാവാം. അതിപ്പോൾ വിദേശത്ത് പോയിട്ട് സെറ്റിലായി ജോലി കാര്യങ്ങൾ അങ്ങനത്തെ ഒരു രീതി ആവാം. അതല്ല എങ്കിൽ നിങ്ങൾ വിദേശത്ത് എന്ത് കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളത് മനസ്സിലാക്കുന്നു. വിദേശത്ത് പോയിട്ട് ജോലി കാര്യങ്ങൾ അതുപോലുള്ള രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതാവാം. അല്ലെങ്കിൽ ചില ആളുകൾ വിദേശത്തേക്കൊരു യാത്രയായിട്ട് പോകുന്നതുമാവാം. കൂടുതൽ കാണിക്കുന്നത് വിദേശത്ത് നിങ്ങൾ പോയി സെറ്റിലാവുക, അവിടേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നൊരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ആഗ്രഹം സഫലീകരിക്കും
സൂചിപ്പിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷം എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർഷത്തേക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.